ഫ്രണ്ട്സ്, ഈസി ജർമ്മൻ ഫോർ മല്ലൂസ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കുറച്ച് ഗ്രാമർ പഠിക്കാൻ പോവുകയാണ്. ഏതൊരു ഭാഷയുടെയും അടിസ്ഥാനമാണ് പേഴ്സണൽ പ്രൊനൗൺസ്. പേഴ്സണൽ പ്രൊനൗൺസ് ഇല്ലാതെ നമുക്ക് ഒരു ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ജർമ്മൻ ലാംഗ്വേജിലെ പേഴ്സണൽ പ്രൊനൗൺസ്, അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പേഴ്സണൽ പ്രൊനൗൺസ് അല്ലെങ്കിൽ പേഴ്സണൽ പ്രൊനോമൻ എന്ന് ജർമ്മൻ ലാംഗ്വേജിൽ പറയുന്ന ഈ ഗ്രാമർ നമുക്ക് എന്താണെന്ന് വിശദമായി നോക്കാം. പേഴ്സണൽ പ്രൊനോമൻ 3 തരത്തിലാണ്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ. അപ്പോൾ അതുപോലെ തന്നെ സിംഗുലർ ആൻഡ് പ്ലൂറൽ. അപ്പം നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്ന് അല്ലെങ്കിൽ മലയാളത്തിൽ നിന്നൊക്കെ നമുക്കറിയാം ഞാൻ, നീ, അല്ലെങ്കിൽ അവൻ, അവർ, അതുപോലെ തന്നെ ഐ, യു, വി, ദേ, ഇതൊക്കെ ഇങ്ങനെയുള്ള ഇതിനെയാണ് പേഴ്സണൽ പ്രൊനോമൻ എന്ന് ജർമ്മൻ ലാംഗ്വേജിൽ പറയുന്നത്. അപ്പം നമുക്കിനി 1 by 1 എങ്ങനെയാണെന്ന് നോക്കാം. പേഴ്സണൽ പ്രൊനൗൺസിലെ സിംഗുലർ ഫോംസ് എന്ന് പറയുന്നത് ഇഹ്, du, er, sie, es. പേഴ്സണൽ പ്രൊനൗൺസിലെ പ്ലൂറൽ ഫോംസ് എന്ന് പറയുന്നത് wir, ihr, sie. പേഴ്സണൽ പ്രൊനൗൺസിലെ ഫസ്റ്റ് പേഴ്സൺസ് ആയ ഇഹ് ആൻഡ് വിയ, അതായത് സിംഗുലർ ആയ ഇഹ്, പ്ലൂറൽ ആയ വിയ, ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളെക്കുറിച്ച് തന്നെ സംസാരിക്കുമ്പോഴാണ് ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് ഉദാഹരണത്തിലൂടെ നോക്കാം. ഞാൻ പറയുകയാണ്, ich habe Hunger, I am hungry, എനിക്ക് വിശക്കുന്നു. Wir gehen ins Kino, we are going to the theater, ഞങ്ങൾ തിയേറ്ററിൽ പോകുന്നു. സെക്കൻഡ് പേഴ്സൺ സിംഗുലർ ആയ du, അതുപോലെ തന്നെ പ്ലൂറൽ ഇയ, ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ്. നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് 2-3 ഉദാഹരണങ്ങൾ നോക്കാം. നമ്മൾ സാധാരണ മറ്റുള്ളവരോട് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് wie heißt du, what is your name, നിൻ്റെ പേരെന്താണ്. അതുപോലെ തന്നെ യൂഷ്വലി നമ്മൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് woher kommt ihr, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, where are you coming from. തേർഡ് പേഴ്സണിലെ എസ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇംഗ്ലീഷിലേതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ഇറ്റ് റെയിൻസ് എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എസ് റേഗ്നെറ്റ്. എസ് ഈസ് ഷോൺ സ്പേറ്റ്, ഇറ്റ് ഈസ് ഓൾറെഡി ലേറ്റ്. ഇത് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കാറുള്ള ഒരു സെൻറ്റൻസ് ആണ്. പേഴ്സണൽ പ്രൊനോമനിലെ തേർഡ് പേഴ്സണായ പ്ലൂറൽ ഫോമിലെ സി, അത് ക്യാപിറ്റലിൽ എഴുതിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് റെസ്പെക്റ്റ്ഫുൾ ഫോമാണ്. ജർമ്മൻ ലാംഗ്വേജിലെ റെസ്പെക്റ്റ്ഫുൾ ഫോമാണ് ഈ ക്യാപിറ്റൽ എഴുതുന്ന സി. അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഉദാഹരണത്തിലൂടെ നോക്കാം. Können Sie das bitte wiederholen? Could you
പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്. താങ്കൾക്ക് അത് ഒന്നുകൂടി പറയാമോ? സോ വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ജെൻറ്റിലായിട്ട് നമ്മൾ ചോദിക്കുമ്പോഴാണ് ദൂഇൻ്റെ സ്ഥലത്ത് നമ്മൾ സി ഉപയോഗിക്കുന്നത്. സോ ഇതുവരെ നമ്മൾ കണ്ടത് ജർമ്മൻ ലാംഗ്വേജിലെ പേഴ്സണൽ പ്രൊനൗൺസ് ആണ്, പേഴ്സണാലെ പ്രൊനോമൻ. സിംഗുലർ ഫോമിലെ ഫസ്റ്റും സെക്കൻഡും തേർഡ് പേഴ്സൺസ് നമ്മൾ പഠിച്ചു. ഇഹ്, du, er, sie, es. അതുപോലെ തന്നെ പ്ലൂറൽ ഫോമിലെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പേഴ്സൺസ് നമ്മൾ പഠിച്ചു. wir, ihr and sie. അവസാനമായി നമ്മൾ പഠിച്ചത് ജർമ്മൻ ലാംഗ്വേജിലെ റെസ്പെക്റ്റ്ഫുൾ ഫോമായ സി എങ്ങനെ ഉപയോഗിക്കണം എന്നാണ്. സോ ഫ്രണ്ട്സ്, ഈസി ജർമ്മൻ ഫോർ മാലൂസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. വീണ്ടും കാണും വരെ ഗുഡ് ബൈ.